വെൽക്കം ബാക്ക് ടു ബാംഗ്ലൂർ സീരീസ് വ്ലോഗ്. ആക്ച്വലി എൻ്റെ കയ്യിൽ മൈക്കില്ലാത്ത കാരണമാണ് എൻ്റെ വോയിസ് കുറച്ച് ഡിമ്മാണ്. നമ്മളിപ്പോൾ ചിക്പെറ്റിൽ വന്നേക്കാണ് കേട്ടോ. അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ ബെറ്റർ ചിക്പെറ്റാണ് എന്ന് തന്നെയാണ് ബാംഗ്ലൂരിലുള്ള എല്ലാവരും പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. ആ കാണുന്ന കണ്ടോ, അതാണ് ചിക്പെറ്റ് മാർക്കറ്റിലേക്കുള്ള നമ്മുടെ എൻട്രി. എൻ്റെ അമ്മ നല്ല തിരക്കുണ്ട് കേട്ടോ. ചിക്പെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തുടങ്ങിയേ ഇതുണ്ട് കേട്ടോ. ദീദി കിത്തനായേ? 250. ഈ ടോപ്പിനൊക്കെ 250 റുപ്പീസ് ഉള്ളൂ. ഷോർട്ട് കുർത്തീസാണ്. കൊള്ളാം. ഓർണമെൻറ്റ്സ് ലവേഴ്സിനാണെന്നുണ്ടെങ്കിൽ എത്രയും നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഫൈനലി ഇതാണ് ചിക്പെറ്റിൻ്റെ ഉൾഭാഗം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അകത്ത് കയറിയപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. വൺ ടൈം ഞാൻ വന്നതാണെന്നുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പോവാന്ന് വിചാരിച്ചത് ഈ കൂടുതലും മേങ്ങി ഇതുപോലെ നമ്മളിങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കണ്ടിരിക്കണം. പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ നമ്മളങ്ങനെ വിളിച്ചു. ഇവിടെ സാരിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 200 തുടങ്ങി ഞാനിവിടെ സാരിക്കൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. സോ അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല വന്നതല്ലേ. ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ 200 തുടങ്ങി അതുപോലെ 100 റുപ്പീസിൻ്റെയൊക്കെ ഒരുപാട് സാരികളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ്ങുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട കേട്ടോ. നേരെ ഇങ്ങോട്ട് പോരെ. പല പല റേറ്റിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഞാൻ പിന്നെ വേഗം ബാഗുകളിലേക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 200 തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന 200 നമ്മൾ പറയും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ആയിരിക്കില്ല ചോദിച്ചു പിടിച്ച് വന്നു കഴിയുമ്പോൾ. ये वाला बैग कितना है? ये वाला 250 है. अच्छा ओके. അങ്ങനെ ഞാൻ അമ്മയ്ക്കൊരു ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ നല്ല ഡ്രസ്സുണ്ട്. ഇവിടെ റേറ്റുകളൊക്കെ ഭയങ്കര കുറവാണ്. നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. 250 തുടങ്ങിയാണ് കേട്ടോ ഇവിടെയും സ്റ്റാർട്ടിങ്. ഇതേ സബ് 250 വേ. അച്ഛാ ഓക്കെ. പിന്നെ ഞാൻ നേരെ തന്നെ എനിക്ക് നല്ല വിശപ്പിൻ്റെ വിലയുണ്ടായിരുന്നു. ഞാൻ നല്ല സമൂസ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവരവിടെ ലൈവായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല കളറാണ്, പക്ഷെ നമ്മൾ നോക്കിയും കണ്ടു കൊടുക്കണം കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഏതാണ് നല്ലത് ഏതാണ് ചീത്താന്ന് നമുക്കറിയില്ല. എല്ലാം ചീപ്പ് റേറ്റ് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിയും കണ്ടും എപ്പോഴും സാധനം കൊടുക്കണം. वो पलासो के लिए 100 रुपीस. ഓക്കെ ഓക്കെ. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വെർത്താണ് കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മളെപ്പോലെ വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഒരു സാധനം മനുഷ്യന് വിട്ടാൽ മതി. നല്ല മഴയായിരുന്നു ഗൈസ്. നല്ല മഴയത്ത് കടയുടെ ഉള്ളിൽ കയറി നിൽക്കായിരുന്നു. എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്നത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ ആണ് കേട്ടോ. അതും ഏകദേശം ഒരു ഇതുപോലൊക്കെ തന്നെയാണ്. ഈ കാണുന്ന ടോപ്പുകൾക്കൊക്കെ 200 ഉള്ളൂ കേട്ടോ. നമ്മൾ നോക്കി എടുക്കണം. ഇത് ഫസ്റ്റ് പ്രൈസ് ആണെന്ന് അവർ പറയുന്നത്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. വേറെ കളറാണ്. ഇതൊക്കെ 200 ആണ്. നല്ല അടിപൊളി കോഴ്സെറ്റ് ടോപ്പുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇത് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീലുകളും അതുപോലെ യൂട്യൂബിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അവിടെ റേറ്റ് കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അതൊന്നും നമ്മൾ അപ്പാടെ വിശ്വസിക്കരുത്. നോക്കിയും കണ്ടും ഒക്കെ ഞാൻ പറയുന്നത് നോക്കിയും കണ്ടും തന്നെ നമ്മൾ പോയി എടുക്കണം. കാരണം ചിലപ്പോൾ അവർ പറയുന്ന റേറ്റ് ആയിരിക്കില്ല നമ്മൾ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ. ഈ ചേട്ടൻ എന്നോട് കുറേ ഇട്ടോളാൻ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അതിട്ട് നോക്കാനൊരു മടി തോന്നി. വീക്കെൻഡ് അല്ലാതെ ഇരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ ചിക്പെറ്റ് മാർക്കറ്റിൽ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ നമ്മൾ പുറത്തിറങ്ങി. ചെറുപ്പത്തിൽ പണ്ട് ഞങ്ങളിതിനെ കൂടാതൊക്കെ പറഞ്ഞിരുന്നത് ഇതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരറിയുന്നത് കംപ്ലീറ്റ് ആവും. 20 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കന്നഡക്കാരുടെ സ്വന്തം ബ്രോഡ്വേന്ന്, അതായത് ചിക്പെറ്റിൽ നിന്നുള്ള നമ്മുടെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ അതെ ഒന്നാമത് മൈക്കില്ലാത്തതുകൊണ്ട് നല്ല ക്ലാരിറ്റി കുറവുണ്ട്. ചില അലവലാദികൾ പറയുന്നത് എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്നാണ്. അതുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടെടുക്കാം. നമ്മൾ ഈ വീഡിയോയിലും ബ്ലോഗിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് റേറ്റ് കുറവൊന്നുമില്ല. ആ സൂക്ഷിച്ച് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ്. ബട്ട് നമുക്ക് ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ കുറച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.
കേട്ടോ.